ഈ വേനൽക്കാലത്തും എന്നും മഴ ലഭിക്കുന്ന ഒരു സ്ഥലം, അത് നമ്മുടെ എറണാകുളത്തിൻ്റെ തൊട്ടടുത്ത്. ഒന്നാലോചിച്ച് നോക്കിയേ, പെരുമ്പാവൂർ പാണിയിലിപ്പോരിനടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെയും കൂട്ടി ഒന്ന് മുങ്ങി കുളിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം നോക്കി ആണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ കഴിക്കാനായിട്ട് പോണ വഴിക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ പ്രോപ്പർട്ടിയിലെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്നും വൈകുന്നേരം മഴയുള്ളൊരു സമയമായിരുന്നു. ഞാനിങ്ങനെ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഗംഭീരമായിട്ട് മഴ മൊത്തം നനഞ്ഞു. മീൻ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു എന്താ പറയുക, കുട്ടികളുടെ മുങ്ങിക്കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഴയത്തുള്ള കുളിയും കൂടെ കഴിഞ്ഞ് നേരെ നമ്മൾ കൊണ്ടുവന്ന മീനൊക്കെ ഗ്രില്ല് ചെയ്യൽ ഇപ്പോൾ നടപടിയാവില്ല എന്നുള്ളതുകൊണ്ട് കയ്യിൽ ഈ ഗ്യാസ് സ്റ്റൗ ഉണ്ട്, അത്യാവശ്യം പാത്രമുണ്ട്. അപ്പോൾ ബ്യൂട്ടേൻ ഗ്യാസ് ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു ഗ്യാസ് സ്റ്റൗവാണ്. അപ്പോൾ ഇതിൽ തന്നെ ഗ്രില്ലും ചെയ്ത് കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു, അതും പൊരിച്ച് അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാമെന്ന് വെച്ചു. കാരണം മഴ പെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ടല്ലോ ഈ പുൽപ്രദേശം. അപ്പം ഇതിനടുത്ത് ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം ആന വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഇച്ചിരി അപ്പുറത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്ന സ്പേസ്. അപ്പോൾ അതൊരു നല്ല രസകരമായൊരു സ്ഥലമാണ്. ചുറ്റിനും ഫെൻസിങ് ഒക്കെ ചെയ്ത് കോമ്പൗണ്ട് വാളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 2 റൂമും ഒരു ഹാളും കിച്ചണും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫുഡ് നമുക്ക് വേണമെങ്കിൽ അവിടെ കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് അവർ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് എവിടെയെങ്കിലും വെള്ളത്തിൽ കുറച്ച് നേരം മുങ്ങിക്കിടന്നിരുന്നെങ്കിൽ തോന്നാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാണിയിലിപ്പോർ. ഇവിടെ തൊട്ടടുത്താണ്. അവിടെ രാവിലെ 8 മണി തൊട്ടാണ് കയറാൻ പറ്റുന്നത്. മിനിമം എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാട്ടിലെ പുഴയിൽ കുളിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്. അപ്പോൾ എറണാകുളത്തുള്ളവരെ സംബന്ധിച്ച് അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി ഒന്ന് മുങ്ങി കുളിച്ച് ഈ ചൂടൊക്കെ ഒന്ന് എന്താ പറയുക, ഒരാശ്വാസം കണ്ടെത്തി വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ എറണാകുളത്തിന് ചുറ്റുമുള്ള നമുക്ക് പെട്ടെന്ന് പോയി ഒരു ദിവസത്തെ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും ഇൻഫർമേഷനൊക്കെ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിലവിൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ, എൻ്റെ യാത്രകളുടെ, എൻ്റെ കുക്കിങ്ങിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസിനായി എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുള്ള എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് കാണാം. ഓക്കെ, ബൈ ബൈ.